നിനക്ക് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ എത്ര പണം കിട്ടിയാലും മനസ്സ് നിറയുന്നില്ല എന്ന്? കൂടുതൽ സമ്പാദിക്കും തോറും ഇനിയും വേണം എന്നൊരു ദാഹമുള്ളിൽ വരുന്നത് നീ ശ്രദ്ധിച്ചിട്ടുണ്ടാകും. സത്യം പറഞ്ഞാൽ ഇത് നിന്റെ കുഴപ്പമൊന്നുമല്ല കേട്ടോ. പണവുമായുള്ള നിന്റെ ബന്ധം നിന്റെ മനസ്സ് തന്നെ ഉണ്ടാക്കിയെടുത്ത ഒന്നാണ്. പണത്തെക്കുറിച്ച് സൈക്കോളജി പറയുന്ന ഏറ്റവും പവർഫുള്ളായ ചില സത്യങ്ങൾ നമുക്കൊന്ന് നോക്കാം. നീ ഒരു പുതിയ ഫോൺ വാങ്ങുമ്പോൾ നിനക്ക് വലിയ സന്തോഷം തോന്നും. പക്ഷെ 2 ആഴ്ച കഴിഞ്ഞാൽ ആ സന്തോഷം എങ്ങോ മാഞ്ഞു പോകും. ഇതിനെയാണ് ഹിഡോണിക് അഡാപ്റ്റേഷൻ എന്ന് വിളിക്കുന്നത്. ശീലമാകുന്ന സന്തോഷം. നമ്മുടെ ബ്രെയിൻ പുതിയ സാഹചര്യങ്ങളുമായി വളരെ വേഗം അഡ്ജസ്റ്റ് ആവും. അതുകൊണ്ടാണ് കൂടുതൽ സൗകര്യങ്ങൾ കിട്ടിയാലും നിന്റെ സംതൃപ്തി കുറഞ്ഞുകൊണ്ടേയിരിക്കുന്നത്. ചെറുപ്പത്തിൽ സാമ്പത്തിക ബുദ്ധിമുട്ട് കണ്ടു വളർന്നവർക്ക് കയ്യിൽ എത്ര പണം വന്നാലും ആ പഴയ പേടി മാറില്ല. ഇതിനെയാണ് സ്കേഴ്സിറ്റി മൈൻഡ്സെറ്റ് എന്ന് വിളിക്കുന്നത്. ഇല്ലാത്ത അവസ്ഥയോടുള്ള പേടി. ബ്രെയിൻ എപ്പോഴും എന്തോ കുറവുണ്ട് എന്ന് വിശ്വസിക്കുന്ന അവസ്ഥയാണിത്. ഇതൊരു വീക്ക്നെസ് അല്ല, നിന്റെ നെർവസ് സിസ്റ്റം നിന്നെ സംരക്ഷിക്കാൻ ഉണ്ടാക്കിയെടുത്ത ഒരു മെക്കാനിസം മാത്രമാണ്. ഈ പോയിന്റ് നിന്നെ ശരിക്കും ഞെട്ടിക്കും. 100 രൂപ കിട്ടുമ്പോൾ നിനക്ക് തോന്നുന്ന സന്തോഷം ഒരളവിലുള്ളതാണ്. പക്ഷേ ആ 100 രൂപ നഷ്ടപ്പെടുമ്പോൾ തോന്നുന്ന സങ്കടം അതിനേക്കാൾ എത്രയോ വലുതാണ്. സൈക്കോളജിസ്റ്റ് ഡാനിയൽ കാനിമാൻ ഇത് തെളിയിച്ചിട്ടുണ്ട്. നഷ്ടത്തിന്റെ വേദന ലാഭത്തിന്റെ സന്തോഷത്തേക്കാൾ ഇരട്ടി പവർഫുള്ളാണ്. അതുകൊണ്ടാണ് നീ പലപ്പോഴും റിസ്ക് എടുക്കാൻ ഭയക്കുന്നത്. ഇത് നിന്റെ ബലഹീനതയല്ല, ബ്രെയിനിന്റെ ഒരു സർവൈവൽ വയറിംഗ് ആണ്. നീ ചെറുപ്പത്തിൽ പണത്തെക്കുറിച്ച് കേട്ട വാക്കുകൾ ഇന്നും നിന്റെ തീരുമാനങ്ങളെ നിയന്ത്രിക്കുന്നുണ്ടാകാം. പണം ആപത്താണ്, അല്ലെങ്കിൽ പണക്കാരെ വിശ്വസിക്കാൻ കൊള്ളില്ല എന്നൊക്കെയുള്ള നിന്റെ പഴയ വിശ്വാസങ്ങളെയാണ് മണി സ്ക്രിപ്റ്റ്സ് എന്ന് വിളിക്കുന്നത്. ഇവ നമ്മുടെ ഉപബോധ മനസ്സിലിരുന്നു കൊണ്ട് പ്രവർത്തിക്കുന്നു. നമ്മൾ അറിയാതെ തന്നെ പണം ചെലവാക്കുന്നതിനെയും സമ്പാദിക്കുന്നതിനെയും ഇവ സ്വാധീനിക്കുന്നു. വല്ലാതെ ദേഷ്യം വരുമ്പോഴോ സങ്കടം തോന്നുമ്പോഴോ നീ ഷോപ്പിംഗ് ചെയ്യാറുണ്ടോ? അതൊരു ബലഹീനതയല്ല, മറിച്ച് നിന്റെ സങ്കടം കുറയ്ക്കാൻ ബ്രെയിൻ കണ്ടുപിടിച്ച ഒരു വഴിയാണ്. സാധനങ്ങൾ വാങ്ങുമ്പോൾ ബ്രെയിനിൽ ഡോപ്പമിൻ റിലീസാകുന്നത് വഴി ആ നിമിഷം നിനക്ക് സന്തോഷം കിട്ടുന്നു. ഈ പാറ്റേൺ തിരിച്ചറിഞ്ഞാൽ നിനക്ക് നിന്റെ ചെലവുകളെ നിയന്ത്രിക്കാൻ സാധിക്കും. പണം എന്നത് വെറുമൊരു അക്കമല്ല, അത് നിന്റെ വികാരങ്ങളും ഓർമ്മകളും പേടികളും എല്ലാം ചേർന്നൊന്നാണ്. ഇത് മനസ്സിലാക്കുന്ന ഒരാൾക്ക് മാത്രമേ പണവുമായി ഒരു നല്ല ബന്ധമുണ്ടാക്കാൻ കഴിയൂ. ഇങ്ങനെ തോന്നുന്നത് നീ ഒറ്റപ്പെട്ടതുകൊണ്ടല്ല, ഇത് നിന്റെ മനസ്സിൻ്റെ ഒരു കഥയാണ്. നിന്റെ മനസ്സിനെക്കുറിച്ച് ഇതുപോലുള്ള സത്യങ്ങൾ ഇനിയും അറിയാൻ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്ക്. നമുക്കിനിയും സംസാരിക്കാം.